ഓല ഇലക്ട്രിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയ ബ്രാൻഡാണത്. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് 4 വേരിയൻസ് ആണുള്ളത്. അതായത് ഓല S1 Pro ഉണ്ട്, അത് ജനറേഷൻ 2 വെഹിക്കിളാണ്. ഓല S1 Air ഉണ്ട്, അതിൽ ഓല S1 X ഉണ്ട്, ഓല S1 X Plus ഉണ്ട്. അതിൽ തന്നെ ഓല S1 Xൻ്റെ അകത്ത് അവർക്ക് 3 വേരിയൻസ് ആണുള്ളത്. അതായത് 3 ബാറ്ററി പാക്ക് വേരിയൻസ്, ഒന്ന് 2 kW, 3 kW, 4 kW. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അവിടെ കോമ്പറ്റീറ്ററായ ഏതർ എനർജിയുടെ ഭാഗത്ത് നിന്ന് അതേ സെഗ്മെൻറ്റിൽ വണ്ടിയുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് 450S ആണ്. അപ്പോൾ അതിൽ ഉപയോഗിച്ച ബാറ്ററി പാക്കും സെയിം ആണ്, അത് 3 kW ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കമ്പാരിസൺ ആണ്. അതായത് ഓല S1 Xൻ്റെ 3 kW അതുപോലെ ഏതറിൻ്റെ 450Sൻ്റെ 3 kW, ഈ രണ്ട് വണ്ടികൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ മാത്രമേ വീഡിയോ പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിൽക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, നമുക്കത് കമ്പാരിസൺ വീഡിയോസ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം എഫേർട്ടും ടൈമും നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ പോകാം. ഇപ്പോൾ നമ്മൾ പ്രീമിയം EV സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതറും ഓലയും ഒരു ബെസ്റ്റ് പെർഫോമിംഗ് വെഹിക്കിൾസ് തന്നെയാണ്. അതായത് പ്രീമിയം EV കാറ്റഗറിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ വണ്ടിക്ക് അവരുടെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഇപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു FAME II സബ്സിഡി അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല എന്നുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ എക്സ്റ്റെൻഷൻ ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം ചാൻസസ് ഇല്ല, നല്ല കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് 4 മാസം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് 10,000 രൂപ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഒരു ഓഫറേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര നാൾ നമുക്ക് ഒരു 1 kW 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ എന്നുണ്ടായിരുന്നത് ആ കണ്ടീഷൻസ് ഇനി ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇനി മുതൽ അടുത്ത മാസം നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് വന്നിട്ട് ഫ്ലാറ്റ് ഒരു 10,000 രൂപ മാത്രമേ ഓഫ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ് ഏറ്റവും നല്ല മാസം ഈ മാസമാണ്. ഈ ഓല ഏതത് മാത്രമല്ല, ഏത് ഇലക്ട്രിക് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഈ മാസം അവസാനം, അതായത് മാർച്ച് മാസം 30-ാം തീയതി മുന്നേ വണ്ടി എടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വണ്ടിക്ക് റേറ്റ് കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ എടുക്കാൻ പോകുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വണ്ടി എടുക്കുക. അത് വേറെ ഒന്നുമല്ല, അവൻ്റെ ഒരു സബ്സിഡി അവർ സ്റ്റോപ്പ് ചെയ്യണം. FAME II സബ്സിഡി അങ്ങനെ എക്സ്പയർ ആകണം. ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കണ്ടാൽ മതി, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് എല്ലാതും ഞാൻ പറയാത്തത്. അപ്പോൾ ജസ്റ്റ് താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് പോയി കണ്ടാൽ മതിയേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കണം മനസ്സിലാവുന്ന എല്ലാ ആൾക്കാരും അവരുടെ വണ്ടിക്ക് ഓഫേഴ്സ് കൊടുത്തിട്ട് മാക്സിമം ഈ മാസം സെയിൽസ് ചെയ്യാനാണ് നോക്കുന്നത്. അത് ഏതായിക്കോട്ടെ, ഓല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് വണ്ടി ആയിക്കോട്ടെ, എല്ലാവരും മാക്സിമം സെയിൽസ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, അടുത്ത മാസം റേറ്റ് കൂടും. അപ്പോൾ സെയിൽസ് തീർച്ചയായിട്ടും താഴത്തേക്ക് പോകുന്നവർക്കറിയാം. അപ്പോൾ അത് കാരണം അവർ മാക്സിമം സെയിൽസ് ഈ മാസം മാക്സിമം വിൽക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ കമ്പാരിസണിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുന്ന വണ്ടി ഡിസൈനാണ്. ഇത് ആക്ച്വലി ഓരോ ആൾക്കാരും പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ നമ്മൾ ആർക്കാണ് ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ് 450Sൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. കാരണം മെയിൻലി അതിൻ്റെ ഹെഡ്ലൈറ്റ് ഏരിയ. അപ്പോൾ ഏത് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഒരു ഇംപ്രഷൻ വരുന്നത് ഹെഡ്ലൈറ്റ് ഏരിയ തന്നെയാണ്. നമ്മൾ ഓലയുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കവേർഡ് ഹെഡ്ലൈറ്റ് അല്ല അതിന് വരുന്നത്. അപ്പോൾ ഓല S1 Xൻ്റെ അകത്ത് വരുന്ന ഒരു നേക്കഡ് ടൈപ്പ് ഒരു ഹെഡ്ലൈറ്റ് അസംബ്ലിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതറായിരിക്കും അത് കുറച്ച് സ്കോർ ചെയ്യുക. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആയിരിക്കും ഏതറിൻ്റെ ഹെഡ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ ഡിസൈൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതറാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത് ഓലയേക്കാളും. ഇത് ആക്ച്വലി ഓരോ ആൾക്കാരും പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അടുത്ത വണ്ടി സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്ത് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പക്ഷേ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഓലയുടെ S1 X 3 kW വരുന്നത് ബാക്കിൽ ഡ്യുവൽ സസ്പെൻഷനും, അതേ സ്ഥാനത്ത് ഏതർ 450Sൻ്റെ അകത്ത് വരുന്നത് മോണോ ഷോക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റൈഡിങ് കംഫർട്ട് വരുന്നത് മോണോ ഷോക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ സസ്പെൻഷൻ്റെ കേസിലും ഏതറാണ് സ്കോർ ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഫുട്ബോൾ സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്കോർ ചെയ്യുന്നത് ഓലയാണ്. കാരണം വേറെ ഒന്നല്ല, ഓല S1 Xൻ്റെ അകത്ത് വരുന്നത് കുറച്ചും കൂടി ഫ്ലാറ്ററും കുറച്ചും കൂടി വൈഡർ ഒരു ഫ്ലോർ ബോർഡാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതേസമയം നമ്മൾ ഏതർ 450S നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഫുട്ബോർഡ് തന്നെയാണ്, പക്ഷേ വിഡ്ത്ത് കുറച്ച് കുറവാണ്. ആ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ഫുട്ബോൾ സ്പേസിൻ്റെ കേസിൽ സ്കോർ ചെയ്യുന്നത് ഓല S1 X ആണ്. അടുത്ത വണ്ടി ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഏതർ 450Sനകത്ത് വരുന്നത് ഒരു 7 ഇഞ്ചിൻ്റെ LCD സ്ക്രീനാണ് വരുന്നത്. അത് മാത്രമല്ല അതിന് DPU ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് വെയിലത്ത് കൊണ്ട് വണ്ടി എടുത്താലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡാഷ്ബോർഡ് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഓല S1 Xൻ്റെ 3 kW നോക്കുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് 3.5 ഇഞ്ചിൻ്റെ ഒരു LCD സ്ക്രീനാണ് വരുന്നത്. അത് വേറെ കാര്യമുള്ള രണ്ട് വണ്ടിക്കൊന്നും ടച്ച് സ്ക്രീൻ വരുന്നില്ല, എല്ലാം LCD സ്ക്രീനാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി DPU ടെക്നോളജി എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് നമുക്കത് സ്കോർ ചെയ്യുന്നത് ഏതർ 450S ആയിരിക്കും. അടുത്ത വണ്ടിയുടെ കീയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്ത് വരുന്നത് ഫിസിക്കൽ കീ ഉള്ളൂ, അതായത് ഡിജിറ്റൽ കീ ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ ഏതർ 450Sൻ്റെ അകത്തും അതുപോലെ ഓല S1 Xൻ്റെ അകത്തും നമുക്ക് ഫിസിക്കൽ കീ വെച്ചിട്ടാണ് ഇപ്പോൾ വണ്ടി സെയിലും ചെയ്യുന്നത്. അടുത്ത നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാര്യമായ ചേഞ്ച് വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഏതർ 450Sനകത്ത് വരുന്നത് 22 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഓല S1 Xനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 34 ലിറ്ററിൻ്റെ ഒരു മാസീവ് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ സ്കോർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓല S1 X ആയിരിക്കും. അടുത്ത നമ്മൾ ബാറ്ററി പാക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സെയിം ആണ്. അതായത് 3 kW ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് രണ്ട് വണ്ടിക്കകത്തും. അത് നോൺ റിമൂവബിൾ ടൈപ്പുമാണ്. ആക്ച്വലി പറയേണ്ട ആവശ്യമില്ല, അതിൽ ഹീറോ വീഡിയോക്ക് മാത്രമേ റിമൂവബിൾ ബാറ്ററി വരുന്നുള്ളൂ പ്രീമിയം സെഗ്മെൻറ്റിൽ. അപ്പോൾ ഈ രണ്ട് വണ്ടിക്കകത്തും നോൺ റിമൂവബിൾ ടൈപ്പ് ഒരു ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്.
അടുത്ത നമ്മുടെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല S1X വരുന്നത് 151 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച് കമ്പനി പറയുന്നത്. അതേ സ്ഥാനത്ത് ഏതർ 450S നമ്മൾ നോക്കുകയാണെങ്കിൽ 115 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച്. അവരുടെ ട്രൂ റേഞ്ച് ഏതർ പറയുന്നത് 90 കിലോമീറ്ററാണ്. അടുത്ത നമ്മൾ വണ്ടി ചാർജിങ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 0 to 100% അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓല S1X എടുക്കുന്നത് 7 മണിക്കൂർ 40 മിനിറ്റുമാണ്. അതേ സ്ഥാനത്ത് 450S നമ്മൾ നോക്കുകയാണെങ്കിൽ 8 മണിക്കൂർ 30 മിനിറ്റും. പക്ഷെ അതിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഏതറിൻ്റെ അകത്ത് 0 to 80 അച്ചീവ് ചെയ്യാൻ വേണ്ടി 6 മണിക്കൂർ 36 മിനിറ്റ് മതി. അത് മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വേറെ കാര്യമുള്ളത് ഓല S1X തരുന്നത് 500 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് തരുന്നത്. അതേ സ്ഥാനത്ത് ഏതർ 450S തരുന്നത് 350 വാട്ട്സിൻ്റെ ചാർജറാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം രണ്ട് വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നല്ല കാര്യമാണ്. അപ്പോൾ 450S സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതറിൻ്റെ ഗ്രിഡ് ത്രൂ നമുക്ക് ചാർജ് ചെയ്യാം. അതേ സ്ഥാനത്ത് ഓലയുടെ S1X 3 കിലോവാട്ടിൻ്റെ അത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അടുത്ത നമ്മൾ വണ്ടിയുടെ മോട്ടറിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല S1X 3 കിലോവാട്ട് വരുന്നത് BLDC ഹബ് മോട്ടറാണ്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 6000 വാട്ട്സ് ആണ്. അവരുടെ നോമിനൽ പവർ എന്ന് പറയുന്നത് 2700 വാട്ട്സ് ആണ്. ഇത് 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 3.3 സെക്കൻഡ്സ് എടുക്കും. അതുപോലെ 90 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡും പറയുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ 450S കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അത് വരുന്നത് PMSM മിഡ് ഡ്രൈവ് ബെൽറ്റ് ഡ്രിവൺ മോട്ടറാണ് വരുന്നത്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 5400 വാട്ട്സ് ആണ്. അതായത് 5.4 കിലോവാട്ടാണ് അതിൻ്റെ പീക്ക് പവർ. 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 3.9 സെക്കൻഡ്സ് ആണ്. അത് എക്സാക്ട്ലി സെയിം തന്നെ രണ്ട് വണ്ടിയും. അവർ 90 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സെയിം ആണ്. പക്ഷേ അതിൽ വ്യത്യാസമുള്ളത് മോട്ടറിൻ്റെ ടൈപ്പാണ്. ഓലയ്ക്കകത്ത് BLDC മോട്ടറും ഏത് 450S ഒരു മിഡ് ഡ്രൈവ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം മിഡ് ഡ്രൈവ് മോട്ടർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുന്നത് ഏതർ ആയിരിക്കും. അടുത്ത നമ്മൾ ടയറിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്ത് ഉപയോഗിച്ചിരുന്ന 12 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയറാണ്. പക്ഷേ ചെറിയ വ്യത്യാസമുള്ളത് നമുക്ക് പറയാം ഓല S1X ഹബ് മോട്ടർ ആയതുകൊണ്ട് അത് സ്റ്റീൽ വീലാണ് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് ഏതർ 450S ഉപയോഗിച്ചിരുന്നത് മിഡ് ഡ്രൈവ് മോട്ടറാണ്. അതുകൊണ്ട് ആ വണ്ടിക്കകത്ത് അലോയ് വീൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിസിബിലിറ്റി അത് ഭംഗിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ സ്കോർ ചെയ്യുന്ന ഏതർ ആയിരിക്കും. അടുത്ത വണ്ടിയുടെ ബ്രേക്കിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല S1X ഉപയോഗിച്ചിരുന്ന ഡ്രം ബ്രേക്സ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും വന്ന ഡ്രം ബ്രേക്സ് ആണ്. അതേ സ്ഥാനത്ത് ഏതർ 450S ഉപയോഗിച്ചിരുന്ന ഡിസ്ക് ബ്രേക്കാണ്. അതേ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സേഫ്റ്റി വാസിലും എല്ലാം കൊണ്ടും നമ്മൾ ലീഡ് ചെയ്യുന്നത് ഏതർ 450S തന്നെയായിരിക്കും. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയേണ്ട വണ്ടിയുടെ പ്രൈസാണ്. അപ്പോൾ ഓല S1X 3 കിലോവാട്ട് ഇപ്പോൾ വിൽക്കുന്നത് 89,999 എക്സ്ഷോറും വില കൊച്ചിയിലാണ് അങ്ങനെ വിൽക്കുന്നത്. അതേ സ്ഥാനത്ത് ഏതർ 450S വിൽക്കുന്നത് 1,09,999 രൂപ. അതാണ് എക്സ്ഷോറും വില കൊച്ചി റേറ്റ് ഞാൻ പറയുന്നത്. അപ്പോൾ വേറെ നല്ല രണ്ട് വണ്ടിക്ക് ഇപ്പോൾ ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടിയുടെ റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യം നോക്കാൻ നമുക്ക് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 20,000 രൂപയാണ്. അപ്പോൾ 20,000 രൂപ ഡിഫറൻസ് വെർത്താണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഫ്യൂച്ചർ വീഡിയോ ഒക്കെ ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അടുത്ത നമ്മൾ വണ്ടി സ്മാർട്ട് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല S1X 3 കിലോവാട്ട് അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. കാരണം വേറെ നല്ല 3.5 ഇഞ്ചിൻ്റെ ഒരു സെഗ്മെൻറ്റൽ LCD സ്ക്രീനാണ് വണ്ടിക്ക് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ 450S നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫീച്ചർ റിച്ച് വണ്ടിയാണ്. നമുക്ക് 10x10 നാവിഗേഷൻ വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓട്ടോ ഹിൽ ഹോൾഡ് ഉണ്ട്, അതിൽ ഓട്ടോ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ്, ബ്ലൂടൂത്ത് കോളിംഗ്, DPU ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ ടെക്നിക്കലി കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നുന്നത് ഏതർ 450S ആയിരിക്കും നമ്മൾ ഓല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്ത നമ്മൾ വാറണ്ടിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല S1X വരുന്നത് 8 വർഷവും 80,000 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് ബാറ്ററി പാക്ക് വാറണ്ടിയിലാണ് വണ്ടി വരുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് 450S നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഇയേഴ്സും അല്ലെങ്കിൽ 30,000 കിലോമീറ്റേഴ്സാണ് വരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോ പാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. അത് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ ഒരു കാര്യമുള്ളത് നിങ്ങൾക്ക് പ്രോ പാക്കിന് നിങ്ങൾ അഡീഷണൽ ഒരു 12,999 രൂപ നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. അത് ഏകദേശം 13,000 അഡീഷണൽ കൊടുത്താലാണ് നിങ്ങൾക്ക് വാറണ്ടി പാക്ക് കുറച്ച് കൂടുതൽ കിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ഓലയുടെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് 8 വർഷവും 80,000 കിലോമീറ്റർ ഓല കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാറണ്ടിയുടെ കേസ് തീർച്ചയായിട്ടും സ്കോർ ചെയ്യുന്നത് ഓല തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, അവർക്ക് ആ ബാറ്ററിയുള്ള വിശ്വാസമാണ് കാണുന്നത്, അത്രയും കൂടുതൽ വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ സർവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുന്നത് ഏതറാണ്. നമുക്ക് പറയാം ഓലയുടെ കേസിൽ സർവീസ് ഇഷ്യൂസ് ധാരാളം ഉണ്ട്. ഇഷ്യൂസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏപ്രിൽ അവസാനത്തോടെ കുറേ സർവീസ് സെൻറ്റേഴ്സും 400 600 ആയിട്ട് കൂട്ടുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ അവർ സോൾവ് ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ധാരാളം ഓലയ്ക്കുണ്ട്. അപ്പോൾ അവിടെ സ്കോർ ചെയ്യുന്നത് ഏതറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ആ ചോദ്യമാണ് ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീച്ചർ റിച്ച് വണ്ടി വേണം. അതുപോലെ സെയിൽസ് അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് വേറെ പാടില്ല. നല്ല വണ്ടിയാണ് നിങ്ങൾക്ക് കൊണ്ടുനടക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതറിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതേസമയം നിങ്ങൾ ടൈറ്റ് ഓൺ ബഡ്ജറ്റാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ട്, പൈസ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓലയിലേക്ക് പോകാം. കാരണം വേറെ ഒന്നുമില്ല, അതായത് ബാറ്ററി പാക്ക് വാറണ്ടിയൊക്കെ 8 വർഷം കിട്ടുന്നുണ്ട്. സർവീസിൻ്റെ കേസിൽ മാത്രമാണ് ഓല കുറച്ച് ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഓലയിലേക്ക് പോകാം. ഇതാച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് 450S ഉപയോഗിച്ചിരുന്നത് കുറച്ചുകൂടി ഫീച്ചർ റിച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ബെറ്റർ മോട്ടറാണ്, അത് അലോയ് വീൽസ് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, സേഫ്റ്റി കുറച്ചും അഡ്വാൻസ്ഡ് ആണ്, സർവീസ് നല്ലതാണ്, ഡിസ്പ്ലേ നല്ലതാണ്. അപ്പോൾ പല പല കാര്യങ്ങളും ഏതറിൽ കുറച്ചും കൂടി കൂടുതൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതേ സമയം നിങ്ങൾക്ക് ബാറ്ററി ഒരു വാറണ്ടി ഇഷ്യൂസൊക്കെ നിങ്ങൾ എന്താ പറയുക ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓലയിലേക്ക് പോകാം. അതുപോലെ പ്രൈസ് ഒരു ഫാക്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഓലയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ജസ്റ്റ് കമ്പാരിസൺ വീഡിയോ ആയിരുന്നു, കുറേ ആൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും.
ഫ്രണ്ട്സ് അതിനൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി തമ്മിൽ കമ്പയർ നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.